സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെ നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് 2 സെഷനായിട്ടാണ് ഈ വീഡിയോസ് പോകുന്നത്. ഒന്ന് മോർണിംഗ് സെഷനും ഒന്ന് ഈവനിങ് സെഷനുമാണ്. സോ രണ്ടും കണ്ടിന്യൂസ്ലി ബാക്ക് ടു ബാക്ക് കണ്ടുപോകുന്നവർക്ക് ഏകദേശം മാർക്കറ്റിൻ്റെ ധാരണ കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. പരമാവധി ന്യൂസ് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പാക്കുക. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് വിശേഷങ്ങൾ നോക്കാം എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി, അതേപോലെ സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി ഇതെല്ലാം തന്നെ ഒരു പുതിയ ഓൾ ടൈം ഹൈയിൽ എത്തിയിരിക്കുകയാണ്. അടിപൊളി മൂവ്മെൻ്റ് ആണ് കാഴ്ചവെക്കുന്നത്. നിഫ്റ്റി 22,768 നിഫ്റ്റി ഇന്ന് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 75,124, 75,000 എന്നുള്ളത് ഒരു സൂപ്പർ മൈൽ സ്റ്റോൺ ആണ് സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം. വളരെ ഈസി ആയിട്ട് അത് ക്രോസ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ ബാങ്ക് നിഫ്റ്റി 48,960, 49,000 ഓൾമോസ്റ്റ് എത്തിയതാണ്. അവിടെ നിന്നാണ് റിജക്ഷൻ ആയിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി 21,758, ഇത്രയൊക്കെയാണ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത്. ഇപ്പോൾ കണ്ടിന്യൂസ്ലി ഓൾ ടൈം ഹൈയിലേക്ക് പോകുന്ന ഒരു മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഇപ്പം മിക്ക ആൾക്കാർക്കും പുതുമയില്ലാതായി മാറിയിട്ടുണ്ട്. എന്തായാലും നിഫ്റ്റി സെൻസെക്സിൻ്റെ 75,000 യാത്രയിൽ പ്രധാനമായിട്ടും റിലയൻസ്, TCS, ഭാരതി എയർടെൽ, SBI ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. 75,000 പോയിൻറ്റിൻ്റെ 5,000 പോയിൻറ്റിൽ ഏകദേശം 60% റിലയൻസും TCSും ഭാരതി എയർടെലൊക്കെ തന്നെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ മറ്റേ ഒരു ഇതുള്ളത് മാരുതി, അതിൻ്റെ പുതിയ ഒരു പ്രൊഡക്ഷൻ ലൈൻ, അസംബ്ലി ലൈൻ ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരു ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു വർഷത്തിൽ 1,00,000 യൂണിറ്റ് അല്ലെങ്കിൽ 1,00,000 വാഹനങ്ങൾ അസംബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയാണ് ഇപ്പം മാരുതിക്കുള്ളത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായി ആണ് മാരുതി പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം 13,000, 12,000 എന്ന ഒരു ലെവൽ ഇപ്പോൾ ജസ്റ്റ് ക്രോസ് ചെയ്തതേ ഉള്ളൂ. 13,000 എന്നൊരു ലെവലിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഫാസ്റ്റായിട്ടാണ് മാരുതി പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. ലൂപ്പിൻ US FDAയുടെ അപ്രൂവൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. ജനറിക് ഡ്രഗ്സ് സെല്ല് ചെയ്യുന്നതിൻ്റെ US FDA അപ്രൂവൽ അവർ കരസ്ഥമാക്കിയിട്ടുണ്ട്. ആക്സിസ് ബാങ്ക്, ബെയിൻ ക്യാപിറ്റൽസ് 33.4 മില്യൺ ഷെയർസ് വിൽക്കാൻ റെഡിയായതായിട്ടാണ് വാർത്തകൾ. കൺഫർമേഷൻ വന്നിട്ടില്ല. ബ്ലോക്ക് ഡീൽ ഡാറ്റ ഇറങ്ങിയാൽ മാത്രമേ അതറിയാൻ സാധിക്കുള്ളൂ. ടോറൻ ഫാർമ, അവർക്ക് 3.88 ലക്ഷത്തിൻ്റെ ഒരു ടാക്സ് പെനാൽറ്റി വന്നിട്ടുണ്ട്. ഒരല്പം നെഗറ്റീവായിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ്സ് ഉള്ളത്. ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 3, അതായത് ഡോ ജോൺസ് 11 പോയിന്റ് റെഡിലാണ്, S&P 500 1 പോയിന്റ് നെഗറ്റീവിലാണ്, അതേപോലെ നെസ്ഡാക്ക് 5 പോയിന്റ്സ് ഗ്രീനിലാണ്. സോ ഒരു എന്താ പറയുക, ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് എന്ന് പറയും. ദെൻ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. FTSE 32 പോയിന്റ് ഗ്രീനിലാണ്, അതേപോലെ CAC 57 പോയിന്റ് ഗ്രീനിലാണ്, DAX 143 പോയിന്റ് ഗ്രീനിലാണ്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 3 പോയിന്റ് റെഡിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. 22,835 കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത്. നിക്കി ഇവിടെ 237 പോയിന്റ് ഗ്രീനിലാണ്. ഹാങ്സങ് 147 പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി 98 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 156 പോയിന്റിന്, അഥവാ 0.69% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 22,765 നിന്നും 122 പോയിന്റ് നഷ്ടത്തിൽ 22,643 ക്ലോസ് ആയിരിക്കുന്നത്. ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ താഴോട്ട് വരികയാണ് ചെയ്തത് മാർക്കറ്റ്. ദെൻ കഴിഞ്ഞ 5 ദിവസത്തെ ക്ലോസിംഗ് ആയി കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് അല്ലെങ്കിൽ സൈഡ് വൈസ് ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. നിഫ്റ്റി 50യിലുള്ള 11 സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 39 സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോളോ ഹോസ്പിറ്റൽ, ഹിന്ദാൽകോ, ICICI ബാങ്ക്, ഇൻഫി ഈ സ്റ്റോക്കുകൾ നിഫ്റ്റിയെ നല്ല രീതിയിൽ മുകളിലോട്ട് ഉയർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ടൈറ്റൻ, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, കോൾ ഇന്ത്യ, റിലയൻസ് ഇത്രയും സ്റ്റോക്കുകളാണ് നിഫ്റ്റിയെ വലിച്ച് താഴെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഒരാഴ്ചത്തെ അല്ലെങ്കിൽ ഈ ഒരു 5 ട്രേഡിംഗ് ഡേയ്സിലെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 188 പോയിന്റിൻ്റെ ഒരു ഗെയിനാണ് നിഫ്റ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മാസത്തെ റിസൾട്ടും സെയിം ആണ്. ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ 2.15% കുറഞ്ഞിട്ട് 11.36 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്ന് നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു, പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും തന്നെ പറയാനില്ല. ഇനി മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് 48,811 ഓപ്പൺ ആയിട്ട് 80 പോയിന്റ് നഷ്ടത്തിൽ 48,700
231 ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 21,717 ഓപ്പൺ ആയിട്ട് 34 പോയിന്റ് നഷ്ടത്തിൽ 21,682 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 75,124 ഓപ്പൺ ആയിട്ട് 440 പോയിന്റ് നഷ്ടത്തിൽ 74,684 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് 10,933 ഓപ്പൺ ആയിട്ട് 59 പോയിന്റ് നഷ്ടത്തിൽ 10,874 ക്ലോസ് ചെയ്യുന്നത്. അതായത് ഇന്ന് ഇൻഡെക്സുകളെല്ലാം തന്നെ ഒരു ഹ്യൂജ് ഗ്യാപ്പിൽ ഓപ്പണായി എന്നിട്ട് താഴോട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി താഴോട്ട് ഇറങ്ങി വരികയാണ് ചെയ്തിരുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $86.35 ഇത് ഇന്നലെ $85 നിന്ന് $86. ഗോൾഡ് റേറ്റ് നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. $2,364 ഗോൾഡിൻ്റെ റേറ്റ്. USD INR റേറ്റ് മാറ്റമില്ലാതെ തുടരുന്നു. 83.31 രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഈ മാസത്തെ മൊത്തത്തിലുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 4,520 കോടിയുടെ സെല്ലിങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3,470 കോടിയുടെ ബൈങ്ങുമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1,049 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇവരുടെ സംഭാവനയായിട്ട് മാർക്കറ്റിൽ ഇപ്പോൾ ഈ മാസം നടന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റൽ ഇന്ന് 1.13% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. അതേസമയത്ത് നിഫ്റ്റി മീഡിയ 1.26% ഹയസ്റ്റ് ലോസും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. സെക്ടറൽ വൈസ് നോക്കുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ മെറ്റൽ, റിയാലിറ്റി, പ്രൈവറ്റ് ബാങ്ക്, ഫിൻ സർവീസസ്, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി IT ഇതൊക്കെ ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയത്ത് ഗോൾഡ് ബീസ് ഇന്ന് 0.75% പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് ബീസ് 0.5% പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തത്. ദെൻ IT ബീസ് ഒരു ഡോജിയായിട്ട് ഫ്ലാറ്റായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. ദെൻ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ വേദാന്ത ലിമിറ്റഡ് ഇന്ന് 4.52% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ REC ലിമിറ്റഡ് 2.95% ഹയസ്റ്റ് ലോസും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. ദെൻ വേദാന്ത ലിമിറ്റഡ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, SBI കാർഡ്സ്, അപ്പോളോ ഹോസ്പിറ്റൽ, ഹിന്ദാൽകോ, ICICI ബാങ്ക്, IEX, പെർസിസ്റ്റന്റ്, കോൺകർ, ഇൻഫി, HDFC AMC, ബജാജ് ഫിൻ സർവീസസ് ഇത്രയും സ്റ്റോക്കുകൾ ഇന്ന് ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ REC ലിമിറ്റഡ്, ആസ്റ്റർ DM, ഭാരത് ഫോർജ്, PFC, ടൈറ്റൻ, ലോറസ് ലാബ്സ്, കുമിൻസ് ഇന്ത്യ, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, കോൾ ഇന്ത്യ, ആസ്ട്രൽ, ദെൻ TVS മോട്ടോഴ്സ്, റിലയൻസ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിൽ അവസാനിപ്പിച്ചു. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 874 സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചു. 1321 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പുട്ട് കോൾ റേഷ്യോ നോക്കാൻ നിഫ്റ്റിയുടെ PCR 1.13 ആയിട്ട് കണ്ടിന്യൂസ്ലി ബുള്ളിഷ് മോഡിലാണ് നിൽക്കുന്നത്. 22,643 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 92 പോയിന്റ് മുകളിലായിട്ട് 22,735 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 23,143,00,000 കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് 22,500 1,05,00,000 പുട്ട് മാത്രമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.18 ആയിട്ട് ബുള്ളിഷ് ആയിട്ട് പോവുകയാണ്. ദെൻ 48,731 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 78 പോയിന്റ് മുകളിലായിട്ട് 48,809 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ഫ്യൂച്ചറിൻ്റെ പ്രൈസ് ബുള്ളിഷ് മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 50,000 45,00,000 കോളും 48,000 41,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കോൾ സൈഡിലാണ് കൂടുതൽ റൈറ്റിംഗ് നടത്തിയിട്ടുള്ളത്. മാർക്കറ്റിൽ താഴോട്ട് പോകും എന്നാണ് ഓപ്ഷൻ സെല്ലേഴ്സ് കരുതുന്നത് എന്ന് തോന്നുന്നു. നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റൽ ഇൻ്റഗ്രേറ്റഡ് സർവീസസ്, ആശാപുരി ഗോൾഡ് ഓർണമെൻറ്റ്സ്, ടെർമോ പ്രൊഡക്ഷൻസ്, മാർക്കോ ബെൻസ് വെഞ്ചേഴ്സ് ലിമിറ്റഡ് ഇത്രയും കമ്പനികളുടെ റിസൾട്ടാണ് നാളെ പുറത്തു വരാനുള്ളത്. ഇനി ഗ്ലോബൽ ഈവൻറ്റ്സ് നാളെ വരാനുള്ളത് നോക്കുകയാണെങ്കിൽ USA API ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, ജപ്പാൻ ബാങ്ക് ലെൻഡിംഗ് ഇയർ ഓൺ ഇയർ, ജപ്പാൻ PPI ഇയർ ഓൺ ഇയർ, കൊറിയ പാർലമെന്ററി ഇലക്ഷൻസ് ഡേ, ഇറ്റലി റീറ്റെയിൽ സെയിൽസ് ഇയർ ഓൺ ഇയർ, UK 3 ഇയർ ട്രഷറി ഗിൽറ്റ് ഓപ്ഷൻ, ജർമ്മനി 15 ഇയർ ബണ്ട് ഓപ്ഷൻ ഇത്രയും ഇവൻറ്റുകളാണ് നാളെ വരാനുള്ളത്. ഞങ്ങളുടെ പേപ്പർ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് 25 ട്രേഡിൽ നിന്നും 1:1.39 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ 1.16% പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതായത് 6,958 രൂപയുടെ പ്രോഫിറ്റ് മാത്രമാണ് ഇന്ന് ബുക്ക് ചെയ്തിട്ടുള്ളത്. ദെൻ നിഫ്റ്റിയിൽ ഇന്ന് 5.2% ലോസാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ 2.7% പ്രോഫിറ്റാണ്. ഫിൻ നിഫ്റ്റിയിൽ 5.9% പ്രോഫിറ്റാണ്. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 1.9%, സെൻസെക്സിൽ ഇന്ന് 1% ലോസാണ്.
സ്റ്റോക്ക് ഓപ്ഷൻസിൽ 2.6% പ്രോഫിറ്റാണ്. മൊത്തത്തിൽ ഈ മാസം നോക്കുകയാണെങ്കിൽ 9.78% പ്രോഫിറ്റാണ് വന്നിരിക്കുന്നത്. ദെൻ എന്താ പറയുക, നിഫ്റ്റി 0.8% പ്രോഫിറ്റിലാണ്, ബാങ്ക് നിഫ്റ്റി 7% ലോസാണ്, ഫിൻ നിഫ്റ്റി 0.8% ലോസാണ്, മിഡ് ക്യാപ്പ് 35% പ്രോഫിറ്റാണ്, സെൻസെക്സ് 12% പ്രോഫിറ്റാണ്, സ്റ്റോക്ക് ഓപ്ഷൻസ് 18% പ്രോഫിറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നോക്കാം എങ്ങനെയാണെന്ന്. ബാങ്ക് നിഫ്റ്റി മാത്രമാണ് ഒരല്പം ചലഞ്ചിങ് ആയിട്ട് നിൽക്കുന്നത്. കാരണം 7% ലോസ് എന്ന് പറഞ്ഞ ഒരു അത്യാവശ്യം വലിയൊരു ഫിഗർ തന്നെയാണ്. എന്തായാലും ഇന്നത്തെ റാസ് ലെവൽസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. റാസ് ലെവൽസിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നതാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു മൂവ്മെൻ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ റാസ് ലെവൽസിൻ്റെ പ്രിഡിക്ഷൻ പ്രകാരമുള്ള മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. കാരണം ഇന്ന് ഡേ ഹൈ വരും എന്ന് പറയുന്നത് ഈ മഞ്ഞ വരെയാണ്. കറക്റ്റ് അവിടെ വരെ വന്നിട്ടുണ്ട്. 21 ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 21,755 730-ൻ്റെയും 55-ൻ്റെയും ഇടയിലുള്ള സോണിലൊരു റെസിസ്റ്റൻസ് ഉണ്ടാവുന്നതാണ്. കറക്റ്റ് അവിടെ വെച്ചിട്ട് മാർക്കറ്റ് റിജക്ഷൻ ആയി. അതുപോലെ ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ നോട്ട് റേറ്റ് സോൺ ബ്രേക്ക് ഔട്ട് ലൈനിനെ ടെസ്റ്റ് ചെയ്തിട്ട് നേരെ താഴോട്ടൊന്ന് ബ്രേക്ക് ഔട്ട് ലൈനിനെ ഒന്ന് ടച്ച് ചെയ്തു, തിരിച്ച് നേരെ R2 21,755 എക്സാക്ട്ലി അവിടെ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് 758 വരെ പോയി. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. എക്സാക്ട്ലി അവിടെ ഒരു സ്പോട്ടിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാത്ത രീതിയിൽ കണ്ടില്ല. ഇതാ ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ചത് 21,755 പ്രതീക്ഷിച്ചത്, അവിടെ വന്നത് 758. അതായത് അവിടെ ഒരു ടാർഗറ്റ് ഓർഡർ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ എക്സാക്ട്ലി അത് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് കൂടി കൊടുത്തിട്ടാണ് മാർക്കറ്റ് തിരിച്ചിറങ്ങിയത്. വളരെ ആക്യുറേറ്റ്, ആ റാസ് ലെവൽസിൻ്റെ ആക്യുറസിയാണ് ഇത് നമുക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നേരെ ബ്രേക്ക് ഔട്ട് ലൈനിൽ വന്ന് ടെസ്റ്റ് ചെയ്തു, നേരെ മുകളിലോട്ട് കയറിപ്പോയി തിരിച്ച് വന്നിട്ട് ഇത് കണ്ടോ, ഇവിടെ നിന്ന് റിജക്ഷൻ വന്നിരിക്കുന്നത് 21,688 റാസ് ലെവൽസിൻ്റെ R1 നിന്ന് കറക്റ്റായിട്ട് ഇത് വന്ന് യെസ്റ്റർഡേ ഹൈയിൽ അവിടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു എന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് കിട്ടിയത്. ദെൻ നിഫ്റ്റിയിൽ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഏകദേശം നമ്മുടെ ട്രെൻഡ് ലൈനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ബുള്ളിഷാണ് ക്ലിയർലി. സോ ഈ മാസത്തെ ടാർഗറ്റ് 22,875 അവിടെ എത്തുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം 768 എത്തിയിട്ടുണ്ട്. ഇനി ഒരു 100 പോയിൻറ്റിൻ്റെ ഓട്ടമാണ് നിഫ്റ്റിക്ക് പോകാനുള്ളത്. അവിടെ നിന്ന് റിജക്ഷൻ ആകും എന്നല്ല ഞാൻ പറയുന്നത്. മിനിമം നമ്മൾ പ്രതീക്ഷിച്ച ടാർഗറ്റ് എത്തും എന്ന് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അവിടെ നിന്ന് ചിലപ്പോൾ ഫർദർ ഒരു അപ്പ് മൂവ്മെൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. 23,207 വരെ റാസ് ലെവൽസ് ഉണ്ട്, മിനിമം റാസ് ലെവൽസ്. നമ്മൾ നോർമലി 3 ലെവൽസാണ് വരക്കാറുള്ളത്. ആ 3 ലെവലും അച്ചീവ് ചെയ്യാറുണ്ട്. സോ 23,207 ടച്ച് ചെയ്താൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഈ മാസത്തിൽ. കാരണം ഇനിയും കുറേ ട്രേഡിംഗ് ഡേയ്സ് ബാക്കിയുണ്ട്. സെൻസെക്സിൽ അതേ രീതിയിൽ തന്നെയാണ്. സെൻസെക്സും അതിൻ്റെ ഒരു പീക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സെൻസെക്സ് ഓൾ ടൈം 75,000 കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ്. സോ അടിപൊളി മൂവ്മെൻ്റ് ആണ്. ഇവിടെ സെൻസെക്സ് ഇനി ടാർഗറ്റ് 75,297 75,300 ടാർഗറ്റ്. അത് മോസ്റ്റ് പ്രോബബ്ലി നാളെ തന്നെ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദെൻ മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ മിഡ് ക്യാപ്പ് ചെറിയ രീതിയിൽ കൺസോൾട്ടേഷനിലേക്ക് പോയിട്ടുണ്ട്. കാരണം അത് ഈ മാസത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ദെൻ നോക്കാം, ഇനി അതും ഫർദർ അപ്പ് മൂവ്മെൻറ്റ് തന്നെയാണ് അതിനകത്ത് വരാനുള്ളത്. ഈ മാസം പീക്കിൽ പോകേണ്ടത് 12,887 വരെയാണ് ഇത് ഈ മാസം കയറി പോകേണ്ടത്. ഏപ്രിൽ മാസത്തിൽ നോക്കാം എവിടെ വരെ എത്തും എന്നുള്ളത്. ദെൻ ഫിനാൻസ് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ബാങ്ക് നിഫ്റ്റി അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാസത്തേക്ക് ഏപ്രിൽ മാസത്തിൽ ബാങ്ക് നിഫ്റ്റി പോകാനുണ്ടായിരുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ 48,960 ഇവിടെ ഒരു പീക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഒരു 50,000 ക്രോസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിരിക്കും. സോ അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ദെൻ ബാങ്ക് എക്സ് ഓക്കെ നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല. ഫിൻ നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയിൽ ഇന്ന് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിന് ടാർഗറ്റൊക്കെ ക്രോസ് ചെയ്തു. ഇനി ഓപ്പൺ സ്കൈ ആണ്, എത്രത്തോളം പോവുക അവിടെ വരെ കൂടെ പോവുക എന്നേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റിയാണ് പ്രധാനമായിട്ടും ഫിൻ നിഫ്റ്റിയെ ഡ്രൈവ് ചെയ്യുന്നത്. സോ നോക്കാൻ വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് പെർഫോമൻസ് എന്നുള്ളത്. നല്ല സൂപ്പർ ബുള്ളിഷാണ് ഓവറോൾ മാർക്കറ്റ്. സോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്നലത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് ഇവിടെ 771 പേരാണ് കണ്ടിരിക്കുന്നത്. ഈ ചാനൽ ഇതുവരെയായിട്ട് 9,420 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. 38 കമൻറ്റുകളിൽ ഫിറോസ് ഭായ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഭക്ഷണം കുറച്ചാൽ മതി, റഷീദ് നോമ്പ് തുറക്കുമ്പോൾ ഫുഡ് നന്നായി കഴിച്ചാൽ വീഡിയോ ലേറ്റ് ആവും. സത്യം ഇന്നലെ ഒരു പാർട്ടിക്ക് പോയിട്ടാണ് സത്യത്തിൽ വൈകിയത്. സോ ഐ വിൽ ടേക്ക് കെയർ അബൌട്ട് ഇറ്റ്. കിഷോർ കുമാർ MK, എക്സലൻറ്റ് പെർഫോമൻസ് ഓഫ് യുവർ
stock and excellent presentation. Thank you very much, sir. Then Lichil, thanks for the video. Tomorrow onwards I will try to watch pre-market video also. Thank you very much, really appreciated. Sajid Tampuru, thank you very much. Tram Traveler Malayalam, thank you very much. Alchemist, thank you very much. Vijay Kumar Thetikatil, thank you very much. Shajan P, thank you very much. ഈ പേര് ഇതുവരെ എനിക്ക് കറക്റ്റായി പ്രോലിഫിക് ഓക്കെ as always good analysis and presentation. When you take any stocks, could you also share that info only when you are normally do that, okay, either long or swing? ഓക്കെ ഞാൻ സ്റ്റോക്കുകൾ ഏതെങ്കിലും ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് നോട്ടിഫൈ ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ഞാനത് ചെയ്യാം. ദെൻ അനിൽ ജേക്കബ്, പ്ലീസ് ഇൻക്ലൂഡ് ബാങ്ക് എക്സ്പയറിങ് അലോങ് വിത്ത് മിഡ്. ഓക്കെ, മൺഡേസിൽ ബാങ്ക് എക്സ് കൂടി ഉൾപ്പെടുത്താനാണ് അനിൽ ജേക്കബ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാനത് ചെയ്യാം. ദെൻ ഇവിടെ ഭാഗ്യരാജ്, സർ ക്യാൻ യു സേവ് ടൈം ബൈ അവോയ്ഡിങ് എക്സ്പ്ലനേഷൻ ഓഫ്. ഇന്നും ഞാനത് മറന്നുപോയി കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഇത്ര രൂപയുടെ പ്രോഫിറ്റാണ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞങ്ങ് പോയാൽ മതി. ഞാനത് വിശദീകരിക്കാൻ നിൽക്കുമ്പോൾ സത്യത്തിൽ കുറച്ച് ടൈം അവിടെ പോകുന്നുണ്ട്. ശരിയാണ്. ഓക്കെ, മിഷാൽ മുന്ന 3 ലോട്ട് PE എടുത്തു 12,500. ബാത്റൂമിൽ പോയി തിരിച്ചു വന്നപ്പോൾ 7,800 പ്രോഫിറ്റ്. അപ്പോൾ വിറ്റു. ഇനി നാളെ തിരിച്ചെടുക്കാനായിരിക്കും ഉദ്ദേശം. നടക്കില്ല. ശക്തമായ സ്റ്റോപ്പ് ലോസ് കോട്ട കെട്ടി ഞാൻ എതിരിടും. അല്ല പിന്നെ. ഓക്കെ, വെരി ഗുഡ്. തീർച്ചയായിട്ടും സ്റ്റോപ്പ് ലോസ് നിർബന്ധമാണ് ട്രേഡുകളിൽ. KMX വെയിറ്റിംഗ് ഫോർ പ്രീ മാർക്കറ്റ് ഓൾറെഡി സ്റ്റാർട്ടഡ് ബ്രദർ. സോ ജസ്റ്റ് ചെക്ക് ദ ചാനൽ. സോ യു മൈറ്റ് find the today's video. Okay, Bhagiraj, sir, pre-market report not getting in യൂട്യൂബിൽ വരുന്നുണ്ട്. ഈ ചാനലിലെ വീഡിയോസ് നോക്കിയാൽ മതി. ചാനൽ ഓപ്പൺ ചെയ്യുക, ട്രേഡ് ഹരീന ഓൺലൈൻ എന്നുള്ള ചാനൽ ഓപ്പൺ ചെയ്യുക, അതിനകത്ത് വീഡിയോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് കിട്ടും. നോർമലി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം പേജിൽ അത് വരേണ്ടതാണ്. നിഷാദ് പെട്ടേപ്പാട്, ഇദ്ദേഹത്തെ കുറേ ദിവസമായി കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു ബ്രദർ? മാരുതി ഗുഡ് പ്രോഫിറ്റ് ₹40,000. കൺഗ്രാജുലേഷൻസ് ബ്രദർ. മഹീർ സ്റ്റാർ ബ്ലോഗ്സ്, സർ എവറി ഡേ ഈവനിങ് മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ പറയണം കേട്ടോ. ഈവനിങ്ങിലാണോ അത് നല്ലത്, മോർണിംഗിലാണോ? ഓക്കെ, ഈവനിങ്ങിൽ വേണമെങ്കിൽ ഈവനിങ്ങിൽ പറയാം, നോ പ്രോബ്ലം അറ്റ് ഓൾ. ദെൻ ക്ലാസിക് പിജിയോൺ, ഫിൻനിഫ്റ്റി പുട്ട് ഹോൾഡിംഗ്. ഓക്കെ, ഫിൻനിഫ്റ്റി പുട്ട് ഹോൾഡിംഗ് ഇന്നത് ശരിക്കും ഓക്കെ കോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ടാകും. കാരണം പീക്കിൽ പോയി ഓപ്പണായിട്ട് താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നോക്കൂ എന്തായാലും. ടിജോ പോൾ, ഫിൻനിഫ്റ്റി ഡൗൺ ആകുമല്ലേ? ഫിൻനിഫ്റ്റി ഡൗൺ ആകാൻ സാധ്യത ഇല്ല. ഇപ്പോഴും അതൊരു ബുള്ളിഷ് മോഡിൽ തന്നെയാണ് ഉള്ളത്. സോ വരും ദിവസങ്ങളിൽ നോക്കാം. ഇന്നത്തെ രാവിലത്തെ വീഡിയോയിൽ പ്രീ മാർക്കറ്റ് സെഷൻ വീഡിയോ 426 ഇങ്ങനെയൊന്നും പോരാട്ടോ. 426 പേര് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുള്ളത്. ദെൻ ഇവിടെ ഞാൻ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കിഷോർ കുമാർ MK, എക്സലൻറ്റ് അനാലിസിസ് ഓഫ് യുവർ സ്റ്റോക്ക് ആൻഡ് എക്സലൻസ്. താങ്ക് യു വെരി മച്ച്. Sajid Tampuru, thank you very much. Firoz Bhai Rashid ka, since Corona I am holding Tata Motors about 96 now. CMP is 1012. Shall sell immediate after election. My target is 1180. തീർച്ചയായിട്ടും 1180 നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദെൻ 96 വാങ്ങിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് ആ 96 ഇൻറ്റു ക്വാണ്ടിറ്റി നോക്കുക. ഇപ്പോൾ ഒരു 100 സ്റ്റോക്ക് കയ്യിലുണ്ടെങ്കിൽ 96 ക്വാണ്ടിറ്റി ആണെങ്കിൽ എത്രയുണ്ടാകും? 9,600 രൂപയായിരിക്കും നിങ്ങൾക്കായിട്ടുണ്ടാവുക. വെറും 10 സ്റ്റോക്ക് വിറ്റാൽ നിങ്ങളുടെ കോസ്റ്റിംഗ് എടുക്കാമല്ലോ. പിന്നെ അവിടെ കിടന്നോട്ടെ, എത്ര വേണമെങ്കിലും പോയിക്കോട്ടെ, എന്താ കുഴപ്പം? All right, then T100, very good analysis. Thanks for the great effort. Thank you very much, brother. Sariga Satyan, thank you very much. Riju Anthony, good morning. Thank you very much, brother. Ajmal, thank you very much. Mansoor Ali, thank you very much. Tram Traveler Malayalam, thank you very much. Miyash Madapan, good morning. Thank you very much. Vijay Kumar Thetikatil, thank you very much. Ketirikam Kadagal, Akbar sir. ഇന്നത്തെ മെസ്സേജ് മൗനം വിദ്വാന് ഭൂഷണം. ഞാനിത് ആലോചിച്ചാണ് കേട്ടോ. മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു തലത്തിലേക്ക് പോവും മൗനം. കാരണം അത് ആൾക്കാരെ പൊട്ടത്തരം പറയുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുന്നത് പോലെ ആയിപ്പോയില്ലേ അതിൻ്റെ ഡെഫിനിഷൻ. ഞാനത് ആദ്യം ആലോചിച്ചാണ്, പിന്നെ അത് അങ്ങോട്ട് ChatGPTയുടെ സഹായത്തോടുകൂടി അങ്ങോട്ട് മാറ്റിമറിച്ചു. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണുള്ളത്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ രാവിലെ കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.